കഴിഞ്ഞ വർഷം അമേരിക്കയിൽ 2,71,000-ലധികം കുടിയേറ്റക്കാർ നാടുകടത്തപ്പെട്ടുവെന്ന് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ ഏജൻസിയുടെ റിപ്പോർട്ട്. നാടുകടത്തൽ താൽക്കാലികമായി നിർത്തുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇത്രയും പേരെ നാടുകടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പേരെ നാടുകടത്തിയത് കഴിഞ്ഞ വർഷമാണ്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ എണ്ണത്തെ പോലും മറികടക്കുന്നതാണ് റിപ്പോർട്ടുകൾ. നാടുകടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും അനധികൃത കുടിയേറ്റക്കാരാണെന്നും 82% അതിർത്തി ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തവരാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ജോ ബൈഡന്റെ കാലത്ത് ക്രമാതീതമായി വർദ്ധിച്ച അനധികൃത കുടിയേറ്റവും അതുമൂലമുണ്ടായ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളും ട്രംപ് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇൻകമിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ദേശീയ പ്രസ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കരോലിൻ ലിവിറ്റ് പറഞ്ഞു.